8ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 1 മാർക്ക്. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്യണം. 4 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്, ഓരോന്നിനും ഓരോ മാർക്ക് വെച്ചിട്ട്. അത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ മീൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ യൂറോപ്യൻസ് ഹു കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ് ആർ ഗിവൺ ബിലോ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഫ്രം ദ ഓപ്ഷൻ ചൂസ് ദ കറക്റ്റ് ഗ്രൂപ്പ് ആൻഡ് റൈറ്റ് ഇറ്റ്. അതായത് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാർ അവർ വന്ന കാലഗണന അനുസരിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് ഓർഡർ നമ്മൾ ഏതാണെന്ന് എഴുതണം. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. അടുത്തത് ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്. സി ഓപ്ഷൻ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഡച്ച്. ഡി ഓപ്ഷൻ പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച്, ഇംഗ്ലീഷ്. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് എന്നുള്ളതാണ്. PDEF അല്ലേ? ആദ്യം വന്നത് പോർച്ചുഗീസുകാർ. ഇന്ത്യയിലേക്ക് ആദ്യം വന്ന യൂറോപ്യൻ എന്ന് പറഞ്ഞാൽ അത് പോർച്ചുഗീസുകാർ. ഏറ്റവും അവസാനം വന്നത് ഫ്രഞ്ചുകാർ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 എന്നിങ്ങനെ 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നമ്മൾ താഴെ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ഇമാജിനറി ലൈൻ ദാറ്റ് ഡിമാർക്കേറ്റ്സ് ഡേ ആൻഡ് നൈറ്റ് ഓൺ ദ എർത്ത് ഈസ് കോൾഡ് സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ. അതായത് ഭൂമിയിലെ രാത്രിയെയും പകലിനെയും ഡേയും നൈറ്റിനെയും ഡിമാർക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വേർതിരിക്കുന്ന ഒരു ഇമാജിനറി ലൈൻ അല്ലെങ്കിൽ ഒരു സാങ്കല്പിക രേഖയാണ് സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രകാശവൃത്തം എന്ന് പറയുന്നത്. ശരിയാണോ സ്റ്റേറ്റ്മെന്റ്? ശരിയാണ് അല്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എന്താണ്? ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം അല്ലെങ്കിൽ സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, the revolution is the movement of the earth around the sun in a fixed orbit. Revolution എന്താണ്? റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിക്രമണം അല്ലേ? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറയുന്നത്. ഇനി വേറൊരു മൂവ്മെന്റ് ഉണ്ട് ഭൂമിക്ക്. എന്താണ്? ഭൂമി സ്വയം കറങ്ങുന്നത്. അതിന് നമ്മൾ എന്താ പറയുന്നത്? അതിന് നമ്മൾ റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെ എന്താണ്? റവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറയുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി നോക്കുള്ളൂ, വിച്ച് ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. മുകളിൽ പറഞ്ഞിട്ടുള്ള ഏ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്ന്, സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി ആണോ? അല്ല, കാരണം 1ഉം 2ഉം നമുക്ക് കറക്റ്റ് ആയിട്ടാണ് കിട്ടിയത്. അടുത്ത ബി, സ്റ്റേറ്റ്മെന്റ് 2 ഓൺലി ആണോ? അല്ല. അടുത്ത സി ഓപ്ഷൻ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണോ? അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ, രണ്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2. അടുത്ത ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് നെയ്തർ സ്റ്റേറ്റ്മെന്റ് 1 നോർ സ്റ്റേറ്റ്മെന്റ് 2. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ല എന്നുള്ളതാണ് ഡി ഓപ്ഷൻ. അതെന്താണ്? തെറ്റാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ രണ്ടിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ ആണ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 എന്നുള്ളത്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ 2 സെറ്റ്സ് ഗിവൺ ബിലോ ആർ സെറ്റ് 1 സോഷ്യൽ റീഫോം മൂവ്മെന്റ്, സെറ്റ് 2 ദെയർ ഫൗണ്ടേഴ്സ് മാച്ച് ദം കറക്റ്റ്ലി. അതായത് ഇവിടെ 2 ബോക്സസ് തന്നിട്ടുണ്ട്. സെറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ട്, സെറ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ട്. അതിൻ്റെ അകത്ത് സെറ്റ് 1ൽ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ്, ഓരോ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. സെറ്റ് 2ൽ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാപകരെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ അതിനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തത് ആര്യ സമാജ് അല്ലെങ്കിൽ ആര്യ സമാജം. ആര്യ സമാജത്തിൻ്റെ ഫൗണ്ടർ ആരാണ്? ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഇ വി രാമസ്വാമി നായ്ക്കറാണോ, അയ്യങ്കാളിയാണോ, സ്വാമി ദയാനന്ദ സരസ്വതിയാണോ, സ്വാമി വിവേകാനന്ദനാണോ? നമുക്കറിയാം സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ ആര്യ സമാജ് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ എയുടെ ആൻസർ 3 ആണ്. എയുടെ ആൻസർ 3. അടുത്തത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. അതിന് നമ്മൾ മലയാളത്തിൽ സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയും. സ്വാഭിമാന പ്രസ്ഥാനം, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. അതിൻ്റെ ഫൗണ്ടർ ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. ഒന്നാമത്തെ ഓപ്ഷൻ, സെറ്റ് 2ലെ ഒന്നാമത്തത് എന്താണ്? ഇ വി രാമസ്വാമി നായ്ക്കർ ആണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അല്ലെങ്കിൽ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അടുത്ത സി ഓപ്ഷൻ, സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം ആര് സ്ഥാപിച്ചതാണ്? രണ്ടാമത്തെ ഓപ്ഷനായ അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. അപ്പോൾ ഇവിടെ നോക്കുക, ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ A3 വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? 2 ഓപ്ഷൻസ് ഉണ്ട്. എ ഓപ്ഷനും സി ഓപ്ഷനും A3 ആണ് വരുന്നത്. അടുത്ത ബി നോക്കൂ, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്. അത് സ്ഥാപിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ. അപ്പോൾ ബി എന്ന് പറയുന്നത് 1. അപ്പോൾ B1 വരുന്ന ഓപ്ഷൻ ഏതാണ്? എ ഓപ്ഷൻ അല്ലേ? അപ്പോൾ A3 B1. അടുത്ത സി സാധുജന പരിപാലന സംഘാരാണ് അയ്യങ്കാളി, C2. അപ്പോൾ ഇവിടുത്തെ ആൻസർ 3ന്റെ ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷനാണ്, A3 B1 C2 എന്നുള്ളത്. നിങ്ങളിത് പഠിച്ചു വെച്ചേക്കണം. ആര്യ സമാജം ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇ വി രാമസ്വാമി നായ്ക്കർ. അതുപോലെ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി.
അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം കോളം ബി ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഫോർ കോളം എ ആൻഡ് റൈറ്റ് ദം. അതായത് കോളം എക്ക് ഉചിതമായിട്ടുള്ളത് എന്താണോ അത് കോളം ബിയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോളം എയിൽ കൊടുത്തിട്ടുള്ളത് എക്സ്ട്രീമിസ്റ്റ്. എക്സ്ട്രീമിസ്റ്റ് എന്ന് വെച്ചാൽ ആരാണ്? തീവ്ര ദേശീയവാദികൾ. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് കോളം ബിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ കോളം ബിയിൽ നിന്ന് ഈ എക്സ്ട്രീമിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യണം. ഒന്നാമത്തത് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. അത് എക്സ്ട്രീമിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണോ? ആണ് അല്ലേ? കാരണം ആ ബാലഗംഗാധര തിലകും ബിപിൻ ചന്ദ്രപാലും ലാലാ ലജ്പത് റായും ഇവരെന്തെന്ന് അറിയപ്പെടുന്നത്? ലാൽ ബാൽ പാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട് അല്ലേ? അപ്പം ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എവരുമായിട്ട് എന്താണ്? കണക്റ്റഡ് ആണ്, എക്സ്ട്രീമിസ്റ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എക്സ്ട്രീമിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുണ്ട്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇനി അടുത്ത് നോക്കുള്ളൂ, സ്ട്രഗിൾസ് ദാറ്റ് ആർ പീസ്ഫുൾ ആൻഡ് ബ്ലഡ്ലെസ്. ഇവരുടെ സ്ട്രഗിൾസ് അല്ലെങ്കിൽ അവരുടെ പോരാട്ടം എന്ന് പറയുന്നത് പീസ്ഫുൾ ആണ്, സമാധാനപരവും, ബ്ലഡ്ലെസ് എന്ന് വെച്ചാൽ രക്തരഹിതവുമാണ്. ആണോ? അല്ല, അത് ആരുടെയാണ്? ഈ സ്ട്രഗിൾസ് ദാറ്റ് ആർ പീസ്ഫുൾ ആൻഡ് ബ്ലഡ്ലെസ്, അതായത് സമാധാനപരവും രക്തരഹിതമായിട്ടുള്ള പോരാട്ടങ്ങൾ നയിച്ചതാരാണ്? അത് മോഡറേറ്റ്സ് അല്ലെങ്കിൽ മിതവാദികൾ എന്നറിയപ്പെടുന്ന മോഡറേറ്റ്സ് ആയിരുന്നു അല്ലേ? അപ്പോൾ എക്സ്ട്രീമിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയോളൂ, അഡോപ്റ്റഡ് മെത്തേഡ്സ് ലൈക്ക് സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട്. സ്വദേശി, ബോയ്ക്കോട്ട് എന്നിങ്ങനെയുള്ള, ബോയ്ക്കോട്ട് എന്ന് വെച്ചാൽ ബഹിഷ്കരണം. അപ്പോൾ സ്വദേശി, ബഹിഷ്കരണം അല്ലെങ്കിൽ ബോയ്ക്കോട്ട് എന്നിങ്ങനെയുള്ള പ്രവർത്തന രീതികൾ സ്വീകരിച്ചു. അത് ശരിയാണ് അല്ലേ? അപ്പോൾ എക്സ്ട്രീമിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3ഉം ഉണ്ട്. അടുത്ത നാലാമത്തത് ഫിറോസ് ഷാ മേത്ത, ദാദാഭായ് നവറോജി. അവർ ഏതിൻ്റെ ആൾക്കാരാണ്? ഇവർ മിതവാദികൾ അല്ലെങ്കിൽ മോഡറേറ്റ്സിൻ്റെ ആൾക്കാരാണ്, മോഡറേറ്റ്സിൽ വരുന്ന ആൾക്കാരാണ് അല്ലേ? മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് ഫിറോസ് ഷാ മേത്തയും ദാദാഭായ് നവറോജിയൊക്കെ. അപ്പോൾ ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സ്ട്രീമിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 3ഉം ഓപ്ഷൻ ഡി ആണ്. ബാക്കി 2, 4 എന്നിങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് മോഡറേറ്റ്സ് അല്ലെങ്കിൽ മിതവാദികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് 4 questions 5 to 7 each carries 2 marks. in questions with a choice answer only one, write answers in 2 or more sentences. അതായത് 5 മുതൽ 7 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്ക് വീതമാണ്. പിന്നെ ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻസിന് ഏതെങ്കിലും ഒരെണ്ണം മാത്രം എഴുതിയാൽ, എ ബി എന്നിങ്ങനെ 2 ചോയ്സ് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന് ഉണ്ടെങ്കിൽ അതിന് ഒരെണ്ണം മാത്രം എഴുതിയാൽ മതി. പിന്നെ 2ഓ അതിൽ കൂടുതലോ വാക്യങ്ങളിൽ ഉത്തരം എഴുതണം. ഒന്നാമത്തത് 5th ക്വസ്റ്റ്യൻ നോക്കിയോ, എ ബി. അപ്പോൾ അവിടെ ചോയ്സ് ഉണ്ട്, ഓർന്ന് കൊടുത്തേക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഒന്നാമത്തതോ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. നമുക്ക് നോക്കാം. 5A ക്വസ്റ്റ്യൻ നോക്കിയോളൂ, വെൻ ഇറ്റ് ഈസ് 8 PM അറ്റ് ദ ഗ്രീൻവിച്ച് മെറിഡിയൻ. ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത് എന്താണ്? 0 ഡിഗ്രി ലോങ്ജിറ്റ്യൂഡ്. അതായത് ഗ്രീനിച്ച് മെറിഡിയനിൽ രാത്രി 8 മണി ആയിരിക്കുമ്പോൾ വാട്ട് വിൽ ബി ദ ടൈം അറ്റ് 30 ഡിഗ്രി ഈസ്റ്റ് ആൻഡ് 30 ഡിഗ്രി വെസ്റ്റ് ലോങ്ജിറ്റ്യൂഡ്. 30 ഡിഗ്രി കിഴക്കും 30 ഡിഗ്രി പടിഞ്ഞാറും ലോങ്ജിറ്റ്യൂഡ്സിൽ അല്ലെങ്കിൽ രേഖാംശങ്ങളിലുള്ള ടൈം എത്രയായിരിക്കുമെന്ന്. ഇതാണ് നമ്മുടെ 5A ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇവിടെ നോക്കിയോളൂ, ഭൂമിക്ക് 15 ഡിഗ്രി തിരിയാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ സമയം വേണം. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രി തിരിയാൻ വേണ്ടിയിട്ട് എത്ര മണിക്കൂർ വേണ്ടി വരും? 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂറാണെങ്കിൽ 30 ഡിഗ്രി തിരിയാൻ എത്ര വേണം? 15 × 2 ആണല്ലോ 30. അപ്പോൾ 1 × 2 2. അപ്പോൾ 2 hour. മനസ്സിലായോ? 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോക്കണം. 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ വേണം. അപ്പോൾ 30 ഡിഗ്രി തിരിയാൻ 2 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി തിരിയാൻ എത്ര ടൈം വേണം? 4 മണിക്കൂർ ആണല്ലോ. അതങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, ഈ ഒരു കൺസെപ്റ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ ഗ്രീൻവിച്ച് മെറിഡിയൻ ആണ് ഇതെന്ന് വെച്ചോ. എത്രയാണ്? 0 ഡിഗ്രി ആണല്ലോ ഗ്രീൻവിച്ച് മെറിഡിയൻ. ഗ്രീൻവിച്ച് മെറിഡിയനിലെ സമയം 8 PM ആണ്. 8 മണിയാണ്. ഇനി അവിടെ നിന്ന് എന്താ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? 30 ഡിഗ്രി ഈസ്റ്റ്. അപ്പോൾ അവിടെ നിന്ന് 30 ഡിഗ്രി ഈസ്റ്റ്, ഇതാണ് നമ്മുടെ 30 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇനി 30 ഡിഗ്രി വെസ്റ്റിൽ എത്രയാണ് സമയം? ഈ 2 സ്ഥലത്തുള്ള സമയം എത്രയും നമ്മൾ കണ്ടുപിടിക്കും. 30 ഡിഗ്രി ഈസ്റ്റിലും 30 ഡിഗ്രി വെസ്റ്റിലും. അപ്പോൾ 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ, 30 ഡിഗ്രി തിരിയാൻ 2 മണിക്കൂർ. അപ്പോൾ 2 മണിക്കൂർ ഇവിടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. അതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ ഗ്രീൻവിച്ച് മെറിഡിയനിൽ 8 PM ആണ്. നമുക്കറിയാം ഈസ്റ്റിലോട്ട് പോകും തോറും സമയം കൂടിക്കൂടി വരും. അപ്പം ഈസ്റ്റിലോട്ട് പോകുമ്പോൾ സമയം കൂടിക്കൂടി വരണം എന്ന് വെച്ചാൽ 8 PM എത്ര മണിയായി മാറും? 10 PM. 8ൻ്റെ കൂടെ 2 മണിക്കൂർ കൂട്ടുക, അപ്പോൾ 10 PM ആവും. ഇനി വെസ്റ്റിലോട്ട് പോകുമ്പോൾ സമയം കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഗ്രീൻവിച്ച് മെറിഡിയനിൽ 8 മണിയാണ്. അപ്പോൾ വെസ്റ്റിലോട്ട് പോകുമ്പോൾ സമയം കുറയും. 30 ഡിഗ്രി ആയതുകൊണ്ട് 2 മണിക്കൂറാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ 8ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 6 മണി, അതായത് 6 PM. മനസ്സിലായോ?
അപ്പം ഇവിടെ നോക്കുക 30 ഡിഗ്രി വെസ്റ്റിൽ 6 PM 30 ഡിഗ്രി ഈസ്റ്റിൽ 10 PM ആയിരിക്കും ആ സമയത്ത്. അതായത് 0 ഡിഗ്രി ഗ്രീൻവിച്ച് മെറിഡിയത്തിൽ 8 PM ആവുന്ന സമയത്ത് 30 ഡിഗ്രി ഈസ്റ്റിൽ 10 മണിയും 30 ഡിഗ്രി വെസ്റ്റിൽ 6 മണിയും വൈകുന്നേരത്ത് 6 മണിയും ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ നോട്ടായിട്ട് നമ്മൾ എക്സാമിന് എഴുതേണ്ടത് ഇതാണ്. ടൈം അറ്റ് ഗ്രീൻവിച്ച് മെറിഡിയത്തിലെ ടൈം എത്രയാണ്? 8 PM. അതിൻ്റെ 30 ഡിഗ്രി വെസ്റ്റിൽ അതേ സമയത്ത് എത്രയാണ്? 2 hour ബിഫോർ ദ ഗ്രീൻവിച്ച് മെറിഡിയനെ കാട്ടി 2 മണിക്കൂർ മുന്നേ അല്ലേ? 2 മണിക്കൂർ മുന്നേ എന്ന് പറയുമ്പോൾ 6 PM, അതായത് 8 - 2 6 PM. അടുത്ത 30 ഡിഗ്രി ഈസ്റ്റിൽ 2 hour ആഫ്റ്റർ ഗ്രീൻവിച്ച് മെറിഡിയനിലെ സമയത്തേക്കാൾ 2 മണിക്കൂർ ശേഷം. അപ്പോൾ എത്രയാണ്? 8 PM + 2, അപ്പോൾ ചെയ്യുമ്പോൾ 10 PM എന്ന് വരും. അടുത്ത മലയാളം. ഗ്രീൻവിച്ച് മെറിഡിയനിലെ സമയം രാത്രി 8 മണി. 30 ഡിഗ്രി പടിഞ്ഞാറ് രേഖാംശത്തിലെ സമയം ഗ്രീൻവിച്ച് മെറിഡിയനിലെ സമയത്തേക്കാൾ 2 മണിക്കൂർ കുറവ്. അപ്പം വൈകുന്നേരം 6 മണി, അതായത് 8 PM - 2 ചെയ്യുമ്പോൾ വൈകുന്നേരം 6 മണി. ഇനി 30 ഡിഗ്രി കിഴക്ക് രേഖാംശത്തിലെ സമയം ഗ്രീൻവിച്ച് മെറിഡിയനിലെ സമയത്തേക്കാൾ 2 മണിക്കൂർ കൂടുതൽ. അപ്പം 8 മണി + 2 എത്രയാണ്? രാത്രി 10 മണി. കേട്ടോ, ഇങ്ങനെ. അടുത്ത 5B ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. എ പേഴ്സൺ ഹു ഹാസ് ന്യൂലി started a startup uses machines instead of laborers for production. അതായത് പുതുതായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു വ്യക്തി ലേബേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് പകരം മെഷീൻസ് യന്ത്രോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി. വിച്ച് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഹാസ് ഹി യൂസ്ഡ്? ഇദ്ദേഹം ഉൽപ്പാദനത്തിനായി ഏത് രീതിയാണ് ഉപയോഗിച്ചത്? പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച മെത്തേഡ് ഏതാണ്? വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് മെത്തേഡ്? ഈ ഒരു മെത്തേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷത എന്താണ്? മലയാളം മീഡിയംകാരുടെ ക്വസ്റ്റ്യൻ ഇതാണ്. പുതുതായി സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു വ്യക്തി തൊഴിലാളികൾക്ക് പകരം യന്ത്രോപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദനം നടത്തുന്നു. ഇദ്ദേഹം ഉൽപ്പാദനത്തിനായി ഏത് രീതിയാണ് ഉപയോഗിച്ചത്? ഈ രീതിയുടെ സവിശേഷത എന്ത്? അപ്പോൾ ഇവിടെ ഏത് രീതിയാണ് ഉപയോഗിച്ചത്? ലേബേഴ്സ് അല്ല ഇവിടെ ഉപയോഗിച്ചത്, എന്താണ്? മെഷീൻസ് ഒക്കെയാണ് ഉപയോഗിച്ചത് അല്ലേ? അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിച്ചത്? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നീക്ക്. എന്താണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നീക്ക് എന്ന് വെച്ചാൽ മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. അപ്പോൾ ഇവിടെ നോക്കിയോളൂ, ഇവിടെ അതിൻ്റെ ഡെഫിനിഷൻ എഴുതണ്ട, ഞാൻ ജസ്റ്റ് ആ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ട. ഇവിടെ എന്താണ് ഏതാണ് ആ ഒരു ടെക്നിക്ക് എന്നാൽ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ പേര് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക്. കണ്ടോ എന്തൊക്കെയാണ്? 1, ലെസ് ഡിമാൻഡ് ഫോർ ലേബേഴ്സിന് എന്തില്ല? ആവശ്യമേ ഇല്ല. ലേബേഴ്സിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ തൊഴിലാളികളുടെ ആവശ്യമേ ഇല്ല. അടുത്തത് യൂട്ടിലൈസ് മോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നു, മൂലധനം കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നു, അതായത് ക്യാഷ് ഒക്കെ അല്ലേ. അടുത്തത് എൻഷുവേഴ്സ് പ്രൊഡക്ടിവിറ്റി ഉറപ്പുവരുത്തുന്നു, ഉൽപ്പാദനക്ഷമത ഉറപ്പുവരുത്തുന്നു. അടുത്തത് ഡിപ്പെൻഡ്സ് മോർ ഓൺ ടെക്നോളജിയെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ലെസ് ടൈം ഫോർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സമയം മതി അല്ലേ. ലെസ് ടൈം, വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഡക്റ്റിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്ക് എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അവിടെ 1 മാർക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു 2 ക്യാരക്ടറിസ്റ്റിക്സും കൂടെ എഴുതിയാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് കിട്ടും. അപ്പോൾ മലയാളം മീഡിയംകാരും മൂലധന തീവ്ര സാങ്കേതിക രീതിയിൽ നിന്ന് എഴുതുക ആൻസറായിട്ട്. പിന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറച്ച് തൊഴിലാളികൾ മതി. മൂലധന നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നു, അതായത് ക്യാപിറ്റലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഉൽപ്പാദനക്ഷമത ഉറപ്പുവരുത്തുന്നു. സാങ്കേതിക വിദ്യ കൂടുതലായി ആശ്രയിക്കുന്നു. ഉൽപ്പാദനത്തിന് വളരെ കുറഞ്ഞ സമയം മതി. ഇത്രയും. അടുത്ത 6ാമത്തെ ക്വസ്റ്റിനെ, വാട്ട് ആർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? നമ്മൾ ഏറ്റവും ലാസ്റ്റ് യൂണിറ്റ് അല്ലേ, 6ാമത്തെ യൂണിറ്റ്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഷൻഡ്? നമ്മുടെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തില്ലായിരുന്നു നോട്ടിൻ്റെ, അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ വാട്ട് ആർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഷൻഡ്? എന്താണ് മൗലികാവകാശങ്ങൾ? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് ഞാൻ ക്ലാസ്സിൽ തന്ന അതേ നോട്ടിന് സ്ക്രീൻഷോട്ട് എടുത്താണ് വെച്ചിട്ടുള്ളത്. എന്താണ് മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ വാട്ട് ആർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? എന്താണ്? ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഹ്യൂമൻ റൈറ്റ്സ് ദാറ്റ് ആർ എസെൻഷ്യൽ ടു ദ ഡിഗ്നിറ്റി, ലിബർട്ടി ആൻഡ് സർവൈവൽ ഓഫ് സിറ്റിസൺസ് ഇൻ എ ഡെമോക്രാറ്റിക് സിസ്റ്റം. അതായത് അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും പൗരന്മാരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യമായതുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്.
ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ സച്ച് റൈറ്റ്സ് റെക്കഗ്നൈസ്ഡ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ സ്റ്റേറ്റ്സ്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മുടെ ഈ യൂണിറ്റിൻ്റെ നോട്ട് തന്നപ്പോൾ ഞാനത് വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് സെയിം ക്വസ്റ്റ്യൻ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏത് പാർട്ടിലാണ്? ഭാഗം 3 അല്ലെങ്കിൽ പാർട്ട് 3. പാർട്ട് അല്ലെങ്കിൽ ഭാഗം 2 ഒന്നാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, The Minto-Morley reforms are an example of the British policy of divide and rule. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആ മിന്റോ-മോർലി റീഫോംസ് അല്ലെങ്കിൽ മിന്റോ-മോർലി ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്? ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷ് നയത്തിന് ഒരു ഉദാഹരണമാണ്. ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് സാധൂകരിക്കുക, ഈ ഒരു പ്രസ്താവന സാധൂകരിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ ആൻസർ ചെയ്താം? നോക്കിയോളൂ. ദ മിന്റോ-മോർലി റിഫോംസ് വാസ് എ പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് ടു ക്രിയേറ്റ് എ ഡിവിഷൻ ബിറ്റ്വീൻ എക്സ്ട്രീമിസ്റ്റ് ആൻഡ് ദ മോഡറേറ്റ്സ് ബൈ ഫേവറിംഗ് ദ മോഡറേറ്റ്സ് and to create a Hindu-Muslim division by establishing a separate constituencies for the Muslim community. അതായത് മിതവാദികളെ അനുകൂലിച്ചുകൊണ്ട് തീവ്രദേശീയവാദികൾക്ക് മിതവാദികൾക്കുമിടയിൽ ഭിന്നത ഉണ്ടാക്കുവാനും മുസ്ലിം വിഭാഗത്തിന് പ്രത്യേകം നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തി ഹിന്ദു മുസ്ലിം വിഭാഗീയത ഉണ്ടാക്കുവാനും ബ്രിട്ടീഷുകാർ നടപ്പിൽ വരുത്തിയ ഒരു നയമായിരുന്നു മിന്റോ-മോർലി ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. അടുത്ത സെന്റൻസ്, ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ മിന്റോ-മോർലി റീഫോംസ് വെയർ ഇംപ്ലിമെന്റഡ് ആസ് പാർട്ട് ഓഫ് ദി ബ്രിട്ടീഷ് പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ. അതായത് ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ അല്ലെങ്കിൽ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ഒരു പോളിസി അല്ലെങ്കിൽ നയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ മിന്റോ-മോർലി റീഫോംസ് നടപ്പിലാക്കിയത്, മിന്റോ-മോർലി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. യൂട്യൂബ് ചാനലിൽ ഈ യൂണിറ്റിന്റെ കംപ്ലീറ്റ് നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. The questions 8 to 11 each carries 3 marks. In questions with a choice, answer only one. Write answers in 3 or more sentences. അതായത് 8 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 മാർക്ക് വീതമാണ്. ചോയ്സ് ഉള്ള ചോദ്യത്തിന് ഒരെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 3 അതിൽ കൂടുതലോ സെന്റൻസിൽ നമ്മൾ ആൻസേഴ്സ് എഴുതണം. 8ാമത്തെ ക്വസ്റ്റ്യൻ 8A B എന്നിങ്ങനെ 2 ഉണ്ട്. അപ്പോൾ 8Aയോ Bയോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 8A ക്വസ്റ്റ്യൻ ഇതാണ്. എമംഗ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഈസ് കൺസിഡേർഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൈ. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മൗലികാവകാശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റിനാണ്. എന്ന് വെച്ചാൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, അതിനാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ്? മൗലികാവകാശങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. If other fundamental rights guaranteed by the Constitution, equality, freedom, right against exploitation, freedom of religion, cultural and educational rights are violated, this right is the only way to protect and restore them. അതായത് ഭരണഘടന ഉറപ്പു നൽകുന്ന മറ്റുള്ള മൗലികാവകാശങ്ങളായ ഇതൊക്കെയാണ് സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ, മതസ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ എന്നിവ ലംഘിക്കപ്പെട്ടാൽ അവയെ സംരക്ഷിക്കാനുള്ള പുനഃസ്ഥാപിക്കാനുമുള്ള ഏക മാർഗം ഈ അവകാശമാണ്. ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനുള്ള റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന അവകാശം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? വിത്തൗട്ട് ദിസ് റൈറ്റ്, ഈ റൈറ്റ് ഇല്ലാതെ അതർ റൈറ്റ്സ് വുഡ് മെറിലി ബി പ്രോമിസ്ഡ് ഓൺ പേപ്പർ. ഈ അവകാശമില്ലെങ്കിൽ മറ്റവകാശങ്ങൾ വെറും വാഗ്ദാനങ്ങൾ മാത്രം അല്ലെങ്കിൽ വെറുതെ നമ്മൾ പേപ്പറിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ലോ ആയി മാത്രമായിട്ട് മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ അവകാശമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവകാശം. ഏതാണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ളത് അല്ലെങ്കിൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എക്കണോമിക് സിസ്റ്റം ഡിഡ് ഇന്ത്യ അഡോപ്റ്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻസിന് ശേഷം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ച എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ ഏത്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് എക്കണോമിക് സിസ്റ്റം? ഈ ഒരു എക്കണോമിക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? അപ്പോൾ ഇത് നമ്മൾ ക്ലാസ്സിൽ കൊടുത്ത നോട്ടാണ്, അതിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഏതാണ് നമ്മുടെ ഇന്ത്യ സ്വീകരിച്ച ആ ഒരു എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത്? മിക്സഡ് എക്കണോമി. അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് എക്കണോമി. അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അത് വേണ്ട, അത് കുഴപ്പമില്ല, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. മിക്സഡ് എക്കണോമി ഇസ് ദ വൺ ദാറ്റ് കമ്പൈൻസ് സം ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആൻഡ് സോഷ്യലിസ്റ്റ് എക്കണോമി. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെയും സോഷ്യലിസ്റ്റ് എക്കണോമിയിലെയും കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള ഒരു എക്കണോമിയാണ് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. ഇവിടെ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഉണ്ട് അല്ലേ, അതിൻ്റെ രണ്ടും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അടുത്തത് പ്രോഫിറ്റബിലിറ്റി ആൻഡ് സോഷ്യൽ വെൽഫെയർ ബിക്കം ദ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി എന്ന് വെച്ചാൽ ലാഭം, പിന്നെ സോഷ്യൽ വെൽഫെയർ സാമൂഹിക ക്ഷേമം, ഇത് രണ്ടുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തത് ഇൻഡിവിജ്വൽ ഫ്രീഡം ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം, അതാണ് ഇൻഡിവിജ്വൽ ഫ്രീഡം അല്ലേ. പിന്നെന്താണ്? ഫിനാൻഷ്യൽ പ്ലാനിങ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഗവൺമെൻറ് സ്കീംസ്. ഗവൺമെൻറ് സ്കീംസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് വെച്ചാൽ സാമ്പത്തിക ആസൂത്രണം അല്ലേ. ഫിനാൻഷ്യൽ പ്ലാനിങ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഗവൺമെൻറ് സ്കീംസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് അതായത് സാമ്പത്തിക ആസൂത്രണം. അടുത്തത് ഗവൺമെൻറ് റെഗുലേഷൻ ഓഫ് കമ്മോഡിറ്റി പ്രൈസസ് ഇൻ സർട്ടൺ സെക്ടേഴ്സ്. ഗവൺമെന്റിന്റെ റെഗുലേഷൻ അല്ലെ, ഗവൺമെന്റിന്റെ നിയന്ത്രണം ഇതില് ഓഫ് കമ്മോഡിറ്റി പ്രൈസസ് ഇൻ സർട്ടൺ സെക്ടേഴ്സ്. ചില മേഖലകളിലെ കമ്മോഡിറ്റി എന്ന് വെച്ചാൽ സാധനങ്ങൾ അല്ലെ, ഗുഡ്സ്, ആ സാധനങ്ങളുടെ വിലയിലുള്ള ഗവൺമെന്റിന്റെ നിയന്ത്രണം. അടുത്ത ഗവൺമെൻറ് ഗീവ്സ് പ്രയോറിറ്റി ടു എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ്? ഒഴിച്ചുകൂടാനാവാത്ത ഗുഡ്സിനും സർവീസസിനും ഒക്കെ ഗവൺമെൻറ് എന്ത് നൽകുന്നു? പ്രയോറിറ്റി നൽകുന്നു. അപ്പോൾ ഇത്രയാണ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ പ്രാധാന്യം നൽകുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് മിക്സഡ് എക്കണോമിയിൽ. അപ്പോൾ ഇതിൽ ഇത്രയും പോയിന്റ്സ് ഒന്നും നമ്മൾ എഴുതണ്ട. ഇത് എത്ര മാർക്കാണ്? 3 മാർക്കല്ലേ. അപ്പോൾ ഒരു വലിയ 2-3 പോയിന്റോ അല്ലെങ്കിൽ 4 പോയിന്റൊക്കെ എഴുതിയാൽ മതിയാകും കേട്ടോ. അടുത്ത നോക്കാം, മിശ്ര സമ്പദ് വ്യവസ്ഥ. മലയാളം മീഡിയംകാർക്കുള്ള നോട്ടാണ്. സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിത്വം, ലാഭേച്ഛയും സാമൂഹ്യക്ഷേമവും പ്രധാന ലക്ഷ്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം, ഗവൺമെന്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണം, ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം, അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നു. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ വിച്ച് സോൾസ്റ്റേസ് ഡസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്. ഇത് താഴെ പറയുന്ന ഈ ഫിഗർ നോക്കിയിട്ട് ഏത് സോൾസ്റ്റീസ് ആണ് ഇത് കാണിക്കുന്നതെന്ന്. സോൾസ്റ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? ഏത് അയനാന്തം അല്ലെ, അയനാന്ത ദിനം കേട്ടിട്ടില്ലേ? നമ്മൾ പഠിച്ചല്ലോ. അതായത് ഭൂമിയുടെ ചലനങ്ങൾ എന്ന് പറയുന്ന ആ യൂണിറ്റിൽ മൂവ്മെന്റ്സ് ഓഫ് എർത്ത്. അപ്പോൾ ഇത് ഏത് സോൾസ്റ്റീസ് ആണ്? റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് സോൾസ്റ്റീസ്. ഈ അയനാന്ത ദിനത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അപ്പോൾ ഇത് ഏത് സോൾസ്റ്റീസ് ആണ്? ഇതെന്ന് പറയുന്നത് സമ്മർ സോൾസ്റ്റേസ് അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്ത ദിനം. ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ് ജൂൺ 21 കേട്ടോ. അതേപോലെ മറ്റൊന്നുണ്ട് വിൻ്റർ സോൾസ്റ്റേസ് എന്നാണ്. അത് ഡിസംബർ 22 ഡിസംബർ 22 വിൻ്റർ സോൾസ്റ്റേസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സമ്മർ സോൾസ്റ്റേസിൽ എന്താ സംഭവിക്കുന്നത്? ജൂൺ 21 ഉത്തരായണ രേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ ഈ ദിനത്തിൽ അന്റാർട്ടിക് വൃത്തത്തിലും ദക്ഷിണ ധ്രുവത്തിലും പകലുണ്ടായിരിക്കില്ല. മനസ്സിലായോ? ഇനി സമ്മർ സോൾസ്റ്റീസ് നോക്കിയുള്ളൂ. ഓൺ ജൂൺ 21 ദ സൺ റേസ് ഫാൾ പെർപെൻഡിക്കുലർലി ഓൺ ദ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വെച്ചാൽ ഉത്തരായന രേഖ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ സൺറേസ് അതായത് സൂര്യൻ്റെ രശ്മികൾ പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ട് വന്ന് പതിക്കുന്നത് കൊണ്ട് ദേ വിൽ ബി നോ ഡേ ലൈറ്റ്. പകലുണ്ടാകില്ല. എവിടെയൊക്കെ? ഇൻ ദ അന്റാർട്ടിക് സർക്കിൾ ആൻഡ് ദ സൗത്ത് പോൾ. അന്റാർട്ടിക് സർക്കിളിലും സൗത്ത് പോളിലും ഓൺ ദിസ് ഡേ. ഏത് ഡേയിൽ? ജൂൺ 21 കേട്ടോ. On the given outline map of India, mark and label the following European occupied territories: കൊച്ചി, പോണ്ടിച്ചേരി, ബറൂച്ച്. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കൊച്ചിയും പിന്നെ പോണ്ടിച്ചേരിയും ബറൂച്ചും നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പം ഇതവിടെ മാപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കൊച്ചി, അതിൻ്റെ മുകളിൽ പോണ്ടിച്ചേരി, പിന്നെ ഗുജറാത്തിൻ്റെ ആ സൈഡിൽ ബറൂച്ച്. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ 2ാമത്തെ പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഉണ്ടാവും.